പ്രശാന്ത് സാറേ, ഈ കേരള രാഷ്ട്രീയം വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പലപ്പോഴും ശരിയായ അർത്ഥത്തിലും തെറ്റായ അർത്ഥത്തിലും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. കേരളത്തിൻ്റെ അവസാനത്തെ CPM മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്ന്, പിണറായി വിജയൻ CPM അല്ല എന്നർത്ഥത്തിൽ, പിണറായി തന്നെയും അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കാലത്തോടു കൂടി CPM ഇല്ലാതാവും എന്ന അർത്ഥത്തിലാണ്. രണ്ട്, CPM ഇനി ഭരിക്കുകയില്ല. രണ്ടായാലും ഒരു ചോദ്യം ഉയരും. അങ്ങനെയാണെങ്കിൽ CPM ഇല്ലാതാവുകയോ പിണറായി നേതൃത്വത്തിൽ നിന്ന് മാറുകയോ ചെയ്താൽ ഇടതുപക്ഷത്തിന് ശേഷം ഇന്നത്തെ അവസ്ഥയിൽ ആരായിരിക്കും കേരളത്തിലെ അടുത്ത അധികാരത്തിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന ചോദ്യം വരുമല്ലോ. പ്രശാന്ത് സാറിന് എന്താ തോന്നുന്നത്? ഞാൻ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ല നമുക്ക് പറയാം. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു പയനിയർ ഇലക്ഷനാണ്. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ചേർത്ത് നമുക്ക് പറയാം. പിണറായി വിജയൻ്റെ ശേഷം ആര് കേരളം ഭരിക്കും? പിണറായി വിജയന് ശേഷം ആര് കേരളം ഭരിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ BJP ഭരിക്കും, അല്ലെങ്കിൽ വീണ്ടും CPM ഭരിക്കും. പക്ഷേ ഭരിക്കും. അപ്പോഴും UDF അങ്ങയുടെ പരിഗണനയിലില്ല. UDF പരിഗണനയിൽ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല സാറേ. അതിനകത്ത് ഒന്ന് കാര്യമുണ്ട് സാർ. ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ നമ്മൾ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ആർക്കും പക്ഷം പറയുകയൊന്നുമല്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ സാധാരണക്കാരുടെ ഗ്രാസ് റൂട്ട് റിയാലിറ്റിയിലേക്ക് നോക്കും. ഇപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷനകത്ത് 3 മുന്നണികൾ ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് 25% വോട്ടിംഗ് ശതമാനം കൂട്ടിയിരിക്കണം. അതാണ് മേളിൽ നിന്നുള്ള അജണ്ട. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പഞ്ചായത്തുകൾ, അത് ജില്ലാ പഞ്ചായത്തായാലും കൊള്ളാം, ബ്ലോക്ക് പഞ്ചായത്തായാലും കൊള്ളാം, ഗ്രാമപഞ്ചായത്തായാലും കൊള്ളാം, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെക്കാട്ടി വളരെ വലിയ വലിപ്പത്തിൽ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഉണ്ടാവണം. ആ രീതിയിലേക്ക് വരണം. അടുത്ത പ്രാവശ്യം അത് 30% ആവാമെങ്കിൽ ഇവിടുത്തെ ടൈറ്റ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഡിസൈഡിങ് ഫാക്ടർ 3 പേരും ഒരുപോലെ വരും. അല്ല LDF UDF എന്ന് വരത്തില്ല. 3 പേരും 30% ത്രികോണ മത്സരത്തിലേക്ക് വരും. അപ്പോൾ അതിലേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ശരിയാകുമോ ശരിയാകത്തില്ല എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഈ 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ എവിടെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ സാറ് കേട്ടു? ഇല്ല. പൊളിറ്റിക്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പൊതുവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. അമ്മാമ്മ എനിക്ക് വോട്ട് തരണം കൈപ്പത്തി ചിഹ്നമാണ്, അമ്മാമ്മ എനിക്ക് വോട്ട് തരണം അരിവാട് ചുറ്റിയ നക്ഷത്രം, അമ്മാമ്മ എനിക്ക് വോട്ട് തരണം അല്ല ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞ അല്ലെ കൊച്ചാട്ട താമര ചിഹ്നം. ഈ ഒരു കാര്യമല്ലേ പറയുന്നുള്ളൂ. ഞാൻ ആ കോല കൊച്ചാട്ട മോന, അല്ലെങ്കിൽ സർല ചേച്ചിയുടെ മോന എന്ന് ഒരു വാർഡ് തലത്തിലെ ഒരു പൊളിറ്റിക്സ് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ബന്ധുബലം അല്ലെങ്കിൽ ജാതി, ഇതൊക്കെയാണല്ലോ. അതിനകത്ത് പൊളിറ്റിക്സ് വരുന്നില്ല. പൊളിറ്റിക്സ് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് രണ്ടുപേരും പൊളിറ്റിക്സും പറയുന്നില്ല. ഏറ്റവും വലിയൊരു സാഹചര്യം അയ്യപ്പന്റെ സാഹചര്യമാണല്ലോ. ഇവരത് പൊതുവെ പോലും പറയുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. ഇവർ പറയുന്ന സതീശൻ പറയുന്ന അഴിമതിയോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ ഒന്നും ഇവിടെ താഴെ തൊട്ടിലോട്ട് വരുന്നില്ലല്ലോ. അവിടെയും ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ എങ്ങനെയാ ഇപ്പൊ സാർ പറയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങനൊന്നും അല്ല. സാറിന്റെ മനസ്സിൽ വരുന്ന കാര്യം പഞ്ചായത്ത് ആ പ്രദേശത്തെ ആൾക്കാർ കൊള്ളാവുന്നതിന് തെരഞ്ഞെടുക്കുന്ന ലിസ്റ്റ് വരുമ്പോഴും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോഴും താഴെ തട്ടുപോട്ട് ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പലവട്ടം പറയുമ്പോഴും ആൾക്കാരുടെ കാര്യങ്ങൾ എന്തുണ്ടെന്ന് തിരക്കി അല്ലെങ്കിൽ ഒരു വിഷയം വന്നാൽ ചെന്ന് പറയാൻ പറ്റുന്ന നേതാക്കന്മാരുള്ളത് CPM-നാണ്. ഏറ്റവും കുറവ് പണ്ടത്തെ അത്രയും ഇല്ലെങ്കിലും തുലനം ചെയ്യുമ്പോൾ അവർക്കല്ലേ ഉള്ളൂ. സാറ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ പറയുന്നത് പോലെ വീണ്ടും CPM വരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ MLA-മാർ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരെ എത്ര അഴിമതിക്കാരനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും പിണറായി മോട്ടിച്ചെന്നും മോള് മോട്ടിച്ചെന്നും മോട്ടിച്ചെന്നും ലാവലിയും കൊണ്ടെന്നൊക്കെ പറയുമ്പം കാര്യമൊക്കെ ശരി, എല്ലാം ഞങ്ങൾക്കറിയാം. പിന്നെ എങ്ങനെയാണ് സർ CPM ഇപ്പോൾ പിണറായിയുടെ ഒരു ഭരണം കൊണ്ട് CPM-ന്റെ ഓർഗനൈസേഷണൽ സംവിധാനത്തിൽ, സംഘടനാ സംവിധാനത്തിൽ അത് ഇല്ലാതാകും? എങ്ങനെ സംഘടനാ സംവിധാനം? അല്ല, സംഘടനാ സംവിധാനത്തിൽ CPM ഒരു ടേം കൂടി ഭരിച്ചാൽ, ഇപ്പോൾ പിണറായി വിജയൻ 3ാമതൊരു ടേം കൂടി വരും എന്ന് വിചാരിച്ചോളൂ. അതോടുകൂടി ഒരു കാൽക്കുലേഷൻ ഉണ്ട്, BJP-ക്ക് ഉണ്ട് ആ കാൽക്കുലേഷൻ. എന്ന് വെച്ചാൽ അതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ കാലം തീർന്നോളൂ. പിന്നെ നെഗറ്റീവ് വോട്ട് കൊണ്ട് തന്നെ ഇപ്പോൾ BJP സ്വയം ശക്തിപ്പെട്ടില്ലെങ്കിൽ പോലും BJP വന്നോളും. കാരണം കോൺഗ്രസും ആ സമയം കൊണ്ട് ഭരണമില്ലായ്മ കൊണ്ട് കോൺഗ്രസ് ഇല്ലാതാവും, ഭരിച്ചത് കൊണ്ട് ഇടതുപക്ഷവും ഇല്ലാതാവും. അല്ല, ഭരിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ സാറേ, അതുപോലത്തുള്ള ഒരു വല്ലാത്ത പൊളിറ്റിക്സും ആ ഒരു ചിന്താഗതിയൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂഷൻ വരും. ജനത്തിനിടയ്ക്ക് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ല, അഴിമതി എല്ലാം ഉണ്ട്, പിണറായി കുഴപ്പമാണ് മറ്റേ മറിച്ചാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുഴപ്പമാണെന്നെങ്കിൽ വെച്ചോ, അല്ലെങ്കിൽ പക്ഷേ സാധാരണക്കാരൻ ജനത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം കുഴപ്പമാണ്. അതിന്റെ പ്രതിനിധിയാണല്ലോ നിങ്ങളുടെ ശിവൻകുട്ടി അല്ലെങ്കിൽ വേറെ പ്രശാന്ത് മറ്റേ മറിച്ച്. അത് ശരിയാ, പക്ഷേ പ്രശാന്ത് ഞങ്ങളുടെ കൂടെ ഞങ്ങളെയൊക്കെ കൂട്ടിയെത്തും. അങ്ങനെ വരുമ്പം ഈ സിസ്റ്റം മാറിയിട്ട് വീണ്ടും ഒരു അധികാരത്തിൽ വരും. ആ സിസ്റ്റത്തിലേക്ക്, ആ ഒരവസ്ഥയിലേക്ക് ജനപ്രതിനിധികളെ എത്തിക്കുന്നതിന് തുലോം പരിശോധിക്കുമ്പോൾ 21 MLA-മാരല്ലേ ഉള്ളൂ അവർക്ക്.
ഈ 3 ടേൺ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 38, അതിനുശേഷം കോൺഗ്രസിന് വന്ന 21, 22 അല്ലേ ഉള്ളൂ. ഇതിനപ്പുറം മറികടക്കാൻ പറ്റിയ ഒരു ജനപ്രതിനിധികൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ഉയർന്നു വരുന്നതിനകത്ത് സാധ്യതയുണ്ടോ? അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അത് അപ്പൊ മാത്രമല്ല, ഇവർക്ക് ഈ പറയുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു വന്ന എന്തുവാ, ജനങ്ങൾക്കിടയ്ക്ക് ജനങ്ങൾക്ക് സ്വാധീനമുള്ള ജനങ്ങളുടെ താല്പര്യത്തിനകത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ അതിനകത്തും കൂടുതൽ CPM. എത്ര മാധ്യമങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ അഴിമതിക്കാരാന്ന് പറയുമ്പോഴും ഇത് താഴെ തട്ടിൽ വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരവസ്ഥ സംഘടനാ സംവിധാനവും നേതാക്കന്മാരും മറ്റു 2 പാർട്ടികൾക്കും ഇല്ലിപ്പോഴും. ഇപ്പോഴും സാർ പരിശോധിച്ചു, സാറിന്റെ പ്രദേശം എനിക്കറിയാം, എൻ്റെ പ്രദേശം അല്ലെങ്കിൽ സാറിന്റെ പ്രദേശം സാറിനറിയാം, എൻ്റെ പ്രദേശം എനിക്കറിയാം. അവിടെ ചെന്ന് നോക്കിയാട്ട് ആരാ ഇലക്ഷൻ വർക്ക് താഴെത്തട്ട് വരെ ഉള്ളൂ? ആരുടെ വർക്കാ താഴെത്തട്ട് വരെ നടക്കുന്നത്? ആരുടെ അവർക്കാ ജനങ്ങളുടെ ഇടയിലേക്ക് മുൻപന്തി നിൽക്കുന്നത്? ആരാണ് ഓരോരുത്തരുടെ വീടുകളിൽ മുൻപേ കയറി നിൽക്കുന്നത്? ഞങ്ങൾക്ക് വോട്ട് വരണം എന്ന് പറഞ്ഞു. ഇതെല്ലാം CPM ഉള്ളൂ, ഇടതുപക്ഷമേ ഉള്ളൂ. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് പിന്നെ മുസ്ലിം ലീഗിനെ നമ്മൾ പറഞ്ഞാണ് കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാലും CPM എന്ന് പറഞ്ഞാലും എന്തോ മുസ്ലിം ലീഗിനെ കേഡർ പാർട്ടി വെല്ലുവിളിക്കാം. മുസ്ലിം ലീഗിന് ആരുടെയും സഹായമില്ല ജയിക്കാൻ പറ്റുന്ന സീറ്റുകളുണ്ട്. CPM-നും ഉണ്ട്. വേറെ ഏത് പാർട്ടിക്കുണ്ട് കേരളത്തിൽ? അപ്പൊ ആർക്കും ഇല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് സാറി ചോദിക്കും, ജനം ചോദിക്കും, ആരായിരിക്കും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ട് വരാൻ പോകുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെങ്കിൽ CPM തന്നെ വരും. ഈ പറഞ്ഞ 2026 പേരും നിയമസഭയിൽ ഇവർ തന്നെ. അങ്ങനെയാണെങ്കിൽ തന്നെ സാർ, ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു അലസമായ മനോഭാവം, നമുക്ക് ആരാണോ ഉപകാരപ്പെടുക, നമുക്ക് ആരോടാണോ ആക്സസ് ഉള്ളത്, നമുക്ക് ആരോടാണോ പെട്ടെന്ന് വിളിച്ചാൽ വരിക, അല്ലെങ്കിൽ നമുക്ക് ചെന്ന് പറയാവുന്ന ഒരാളെന്ന നിലയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്, പ്രത്യയശാസ്ത്രത്തിന് അതീതമായൊരു ആറ്റിറ്റ്യൂഡ്, അവന്മാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, കാശ് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ശരി, ഈ അധാർമികത അവൻ്റെ പേരിൽ, അത് അവൻ്റെ സ്വകാര്യമായ കാര്യമല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആ പയ്യൻ നമുക്ക് പറഞ്ഞാൽ കേൾക്കുമല്ലോ എന്നൊരു മനസ്സാണ്, അലസ മനസ്സാണ് മലയാളി ഇപ്പോൾ സൂക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് CPM തന്നെ ഭരിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നല്ലേ എൻ്റെ അർത്ഥം? കേരളം ബംഗാളാകും എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാലോ? കേരളം ബംഗാളാകും എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പലതും പരിശോധിക്കും, അത് കേരളം ബംഗാളാവുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ പലയിടത്തും പരിശോധിക്കുമ്പോൾ ഇല്ലല്ലോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു നിർത്താം. ബീഹാർ തെരഞ്ഞെടുപ്പ് തുലനം ചെയ്യുമ്പോൾ യാതൊരു സാധ്യതയും BJPക്ക് അവിടെ ഇല്ല. BJP ഇവിടെ ചെയ്തൊരു പരിപാടി സാറിന് അറിയാം, വേറെ ഒന്നുമല്ല ചെയ്തത്. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്തോ എന്ന് വെച്ചാൽ ഇതുവരെ വേറെ ആരാണ്ട് ഭരിച്ചതുപോലെ, എന്നിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് അവരുടെ ആവശ്യങ്ങൾ കേട്ടു, അതനുസരിച്ച് അവരിലേക്ക് കൂടുതൽ ഇടപഴകി. എന്നിട്ട് ബാക്കിയുള്ളവൻ, സാറി പറഞ്ഞത് ബാക്കിയുള്ളവൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ 10,000 രൂപ കൊടുത്തു. ബാക്കിയുള്ളവൻ പറഞ്ഞു ഞങ്ങൾ ഭരിച്ചതിന് ശേഷം വന്നു കഴിയുമ്പോൾ എല്ലാ വീട്ടിലും സർക്കാർ ജോലി, അല്ലെങ്കിൽ ഇവർ 10,000 പറഞ്ഞപ്പോൾ ഞാൻ 25,000 അവിടെ വലിയ വെച്ചാട്ടാ നിങ്ങളുടെ 25,000 ഞങ്ങൾ കൊടുത്തിട്ട് കാര്യം, ഇത് 10,000 കൊണ്ട് കയ്യിരിക്കട്ടെ, ഇനി ഞങ്ങൾ ഇതുവരെ പറ്റിയാക്കി ജയിക്കാനുള്ള വോട്ടാ മതി. 1.5 കോടി വീടുകൾക്ക് 10,000 അപ്പൊ ജയിക്കാൻ അല്ല ഇതുവരെ വോട്ടിന് അതിന് ബ്രൈബിംഗ് എന്നാണ് പറയുക. അല്ല എന്തായിക്കോട്ടെ, അത് ആരാ അത് ആ BJP നിർത്തിവെച്ചിരുന്ന സംഭവമല്ലേ അത് ഈ പറഞ്ഞ ഡൽഹി രാഷ്ട്രീയം കൊണ്ട് ആര് കൊണ്ടുവന്നു? ഇപ്പം പുറത്ത് നിൽക്കുന്ന നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൊണ്ടുവന്നത്. അതിനുശേഷം ഇത് വർക്കൗട്ട് ആവുന്ന കോൺഗ്രസ് എല്ലായിടത്തും കൊണ്ടുവന്നു. അപ്പം BJP അവർ പൊളിറ്റിക്സ് അല്ലേ കളിക്കുന്നത്. എടാ ഇത് ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും, എന്നാൽ നമ്മൾ അതിനപ്പുറം കളിച്ചേക്കാം, അത് പൊളിറ്റിക്സാ. BJP നിർത്തിവെച്ചിരുന്ന സാധനറിയോ? BJP സൗജന്യങ്ങൾ നിർത്തിവെച്ചാണ് 2014 മോദി. അതെ, പക്ഷെ പിന്നെയും തുടങ്ങാൻ കാര്യം എന്തോ, ബാക്കിയുള്ളവൻ സൗജന്യം കൊടുക്കുന്നത്. എന്നാൽ പിന്നെ അതിന്റെ അപ്പുറം സൗജന്യം രാഷ്ട്രീയത്തിലെ പിന്നെ നമുക്ക് ആലോചിക്കാം. ആദ്യമേ നമ്മൾ ഇവനെ കാച്ചാം, പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതി വന്നു. ഞാനീ പറഞ്ഞു ഇതുപോലെ ഇവിടെ ഇറങ്ങാൻ കോൺഗ്രസ് ഇല്ല സാറേ. BJPക്കും ഇറങ്ങാനുള്ളത് CPM-ന് മാത്രമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോഴും തന്നെ ഇപ്പം ഏറ്റവും അവസാനം വർക്കൗട്ട് ആയില്ലെങ്കിലും പറഞ്ഞില്ലേ, ആർക്കും എന്നെ വിളിക്കുക, എന്താ വിഷയം നേരിട്ട് പറയാം, പ്രധാനമന്ത്രിയുടെ എന്തോ ഫോണിംഗ് പരിപാടി അല്ലെങ്കിൽ അപ്പൊ ഇതിന് ആള് വേണം. സാറ് പറഞ്ഞതുപോലെ ഇത് വർക്കൗട്ട് ആക്കണമെങ്കിൽ, സാധാരണ തട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ജനത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയിരുന്ന് പറഞ്ഞ് സംസാരിച്ച് അത് വോട്ടാക്കാനുള്ള സംവിധാനം ഇന്ന് കോൺഗ്രസിനില്ല, അത് BJPക്കും ഇല്ല എന്ന് വേണം പറയാൻ. BJPക്കകത്ത് വളർന്നു വരുന്ന സമയത്ത് തന്നെ BJPക്ക് സമ്പത്തുണ്ടല്ലോ, നേതാക്കന്മാർക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കണം, ഞാൻ പ്രസിഡന്റ് ആവണം, ഞാൻ സംസ്ഥാന സെക്രട്ടറി ആവണം. അതിന് താഴെത്തട്ടിൽ ഊളോളം ഇട്ട് കൊടുത്തു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാർ. അതുകൊണ്ടാണ് BJP താഴെത്തട്ടി വർക്കൗട്ട് ആവാത്തത്. അപ്പൊ ഇതാണ്. അപ്പം എത്ര പ്രയാസപ്പെട്ടാലും അടുത്ത പ്രാവശ്യവും ഈ കേരളം അല്ലെങ്കിൽ മാറും എന്നതൊക്കെ ഒരു ദിവാസ്വപ്നം. അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ തന്നെ, അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും, CPM അധികാരത്തിൽ വരും. എന്താണ് നമ്മുടെ ഇപ്പോഴും മറ്റൊരാളെ കുറിച്ച് CPM-നും ആലോചിക്കാം. അല്ല, അതിനകത്ത് ലീഡർഷിപ്പ് അയാളെ മറികടന്ന് വേറെ ആളെ നിർത്താൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും കാര്യങ്ങൾ പറയണമല്ലോ.
അപ്പോൾ അതിനുശേഷം ആലോചിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തെ നിർത്തി ഇലക്ഷനെ നേരിടുമെന്നാണ് എൻ്റെ കണക്കുള്ള, അങ്ങനെ തന്നെ വരത്തുള്ളൂ. അതിനുശേഷം ഒരുപക്ഷെ പുള്ളി പറയും എനിക്ക് വയ്യ, വേറെ മാറ്റിക്കൊണ്ട്. അല്ലാതെ വേറൊരാളെ മാറ്റിയാൽ ഈ തരംഗം അങ്ങ് മാറിപ്പോകും. നമ്മളെപ്പോഴും പറയുമ്പം ഓരോരുത്തർക്ക് ഓരോ എത്ര ആക്ഷേപിച്ചാലും അയാളെ മറികടക്കുന്ന ഒരു നേതാവ്. സത്യം പറഞ്ഞ പറയുന്നത് സത്യമാണെങ്കിലും ഇതാണല്ലോ കേരളത്തിന്റെ ഗതികേട് എന്ന് ആലോചിച്ചു പോകുന്നു. അതൊക്കെ സാറിന്റെ ഭാഷ, ഇതാണ് യാഥാർത്ഥ്യം. ശരി, ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.